ഹലോ സുഹൃത്തുക്കളെ, സ്റ്റോറി ഓഫ് അബിന്ദിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഗുരുവായൂരെത്തി. നമ്മളിതിലാണ് വന്നത്. അപ്പോൾ നമ്മൾ മൂന്ന് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 1 മണിയാകുമ്പോൾ ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ 3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സംഭവം അങ്ങനെയല്ല ഉണ്ടാവില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. നല്ല തിരക്കാണല്ലോ ഇന്ന്, വെള്ളിയാഴ്ച ആയിട്ടും തിരക്കാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും അങ്ങോട്ട് ഇപ്പോൾ ഗുരുവായൂരിൻ്റെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതാണ് ഇത് ഗുരുവായൂരിൻ്റെ ഒരു സൈഡാണ്. നമ്മളിപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കുഞ്ഞാപ്പി, ഞങ്ങൾക്ക് ഇന്ന് ഷട്ടിലില്ലേ ഇനി? എന്നാളേ അപ്പോൾ കുഞ്ഞാപ്പി ഒരു അടിപൊളി ഷട്ടിൽ പ്ലെയറാണ് അല്ലേ? അവന് ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയാകുമ്പോൾ, അത്ര ചെറുതല്ല, ചെറുതാകുമ്പോൾ തുടങ്ങിയാണ് അവൻ കളിക്കാൻ, ഷട്ടിൽ കളിക്കാൻ. വെൽ പ്ലെയറാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യമില്ല അല്ലേ ചാപ്പിയെ? മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ വരുമ്പോണ്ടല്ലോ ഈ ഒരു കാഴ്ച, അത് എത്ര നേരം നമ്മൾ അമ്പലത്തെ നോക്കിക്കുന്ന വെച്ചാൽ അമ്പക്കന്നെ അറിയില്ല. അത്ര നേരം നോക്കിയിരിക്കും. അജാതിയ നല്ല തിരക്കാണ്. ഇതാണ് ഗുരുവായൂരിലെ അമ്പലക്കുളം. ഇത് നിറച്ചു മീനാ, ഫുള്ള് മീൻ കാഞ്ചറ. എൻ്റെ മോനെ നോക്കിട്ടോ, ഞാൻ വൈക്കലുണ്ടാവേ, ഫുള്ള് മീൻ. ഇതാണ് അമ്പലക്കുളം എന്ന് പറഞ്ഞാൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അമ്പലക്കുളമാണിത്. ഇതാ സെറ്റപ്പ് പറഞ്ഞാൽ സെറ്റപ്പ്. മീൻ എന്നൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടോ, വൈക്കലുണ്ടാവും പറഞ്ഞാണ്. നല്ല വൈക്കലുണ്ടാവും, നല്ല മീൻ. അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആടുത്ത് ഇവിടെ നോക്കിയിട്ട് ഇതാ ഏതാല്ലേ കടൽക്കാക്കകളുണ്ടോ? തന്നെ കടൽക്കാക്ക തന്നെ, ഫുള്ള് മീനല്ലേ. പിന്നെ കടൽക്കാക്കല്ലാക്കോ ഏജാതിയാ. ഇതിൽ എന്താ പ്രത്യേകിച്ച് പറയാൻ എനിക്കവിടെ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വലിയ ഉണ്ടാക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി ഞാൻ നോക്കിയില്ല, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ട് നല്ല രസമാണ്. അത്ര തന്നെ. ചോറൂണായിരുന്നു ഗൈസ്. ഇവിടെ ചോറൂണ് കഴിഞ്ഞു. ഇവിടെ റസ്റ്റ് എടുക്കാണ്. നീറ്റ് തോന്നുന്നുണ്ട്. അല്ലാ, ഞാൻ നീപ്പിച്ച് ഇവിടെ നീറ്റ് ഗൈസ്. ഇവിടെ ചോറൂണ് കഴിഞ്ഞ് അല്ലേ? പറഞ്ഞോടക്ക് ചോറൂണ് കഴിഞ്ഞറി. ചോറൂണ് കഴിഞ്ഞറി. എന്താ മന്തിയിൽ മുക്കുക, കുറച്ച് സാമ്പാറും ആക്കുക. മനോഹരം അല്ലേ? എന്താ കുട്ടി കൊടുക്കാതെ തിന്നണ്. ശരത്തങ്കിൾ ഇതാ കുട്ടി കൊടുക്കാതെ തിന്നണ്. പാവം കുട്ടി. ഈ കിട്ടിയ ഗൈസ് എന്താ വെച്ചാല്, ഇത് കണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഞങ്ങൾ തോന്നില്ലേ, ഈ അമ്പലത്തിലെ യുണീക്ക് സാധനം തന്നെ അതാണ്. ഒരു ഫുള്ളൊരു പുക, ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലേ, അതൊരു വേറെ ഫീലാണ്. ഇവിടെ വരുമ്പോൾ, ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ വൃത്തി സാധനമായിരിക്കും, ഒരു യുണീക്ക് സാധനമാണ്. ഞാൻ തോന്നില്ലേ കണ്ടിട്ട്? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അതൊക്കെ എപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുക, ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കണ്. ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആണ്. ഒരു നല്ല അടിപൊളി മോഹിനിയാട്ടോ ഭരതനാട്യമോ എന്തോന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം എന്താ മനസ്സിലായില്ല, നല്ല രസമുണ്ട് കാണാൻ. ഇല്ലാച്ചാ നല്ല പരിപാടി. നമ്മൾ മെല്ലെ എന്താ തെക്കേ നടയിൽ കൂടെയാണ് പുറത്തേ ഇറങ്ങാൻ പോണേ. എന്താ വേണോ? നല്ല രസമുണ്ട് അല്ലേ? പണ്ട് നമ്മൾ ഓർമ്മയുണ്ടോ? ഇതാണ് ബൈനോക്കുലറോടെ ഇങ്ങനെ നോക്കിയാൽ കാണാണ്ടോ? ഏട്ടാ നോട്ടെ, ഇവിടെ നോക്കട്ടെ. ആ കണ്ട് വാവ്, ഇറ്റ്സ് ഗുഡ് ഗൈസ്. പക്ഷേ അത് വെറുത്തല്ല, അത് നല്ല വെറുത്ത സാധനം കേട്ടോ. ഇതൊക്കെ വെറുത്തല്ല, അത് കടക്കാരൻ മുന്നേ തന്നെ വെറുത്തല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മോശമല്ലേ? വാങ്ങിക്കോ. ഇതാ ഉണ്ടാക്കി വേണ്ട പോരി. എടുത്തെടുത്തോ. എന്തെടുത്ത്? കാർ ഏതെടുത്ത്? വാടാ ഗുഡ്രാ. മറ്റേ എടുത്ത് വെച്ചില്ലേ? ഇതൊക്കെ എന്തിനാ വലുത് വാങ്ങുമ്പോൾ, അമ്മമ്മേനോട് വാങ്ങിപ്പിക്കുമ്പോൾ വലുത് വാങ്ങിപ്പിക്കണ്ടേ? ചെറുതൊക്കെ വാങ്ങിപ്പിച്ച് ഹോട്ട് വീൽസ് ആ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അന്നെ പറ്റിച്ചാവുന്നു. ഹോട്ട് വീൽ അല്ലടാ, ഹോട്ട് വീൽ പറഞ്ഞാൽ വേറെയാ. അന്നെ പറ്റിച്ചതാടാ. ഇതൊന്നല്ല ഹോട്ട് വീൽ പറഞ്ഞാല്, പറ്റിച്ച് സാറില്ല പോര്.
അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ആനപ്പന്തിയിലാണ് അല്ലേ? ആനപ്പന്തിയിലെ പേര് ആനപ്പന്തിയിലാണ്. ഗുരുവായൂർ വന്നാൽ ഇവിടേക്ക് എല്ലാവരും വരും, അതാണ് ചടങ്ങ് പറഞ്ഞാൽ എല്ലാവരും വരും, അങ്ങനെയാണ്. ഗുരുവായൂർ വരുന്നവർ ആനപ്പന്തി മിസ്സാക്കൂല, അത് ഷുവറാണ്. അപ്പോൾ അതാട്ടോ ആനതാ, ഫസ്റ്റ് ആന, രണ്ടാമത്തെ ആനതാ അവിടെ. അപ്പോൾ ആനയ്ക്ക് പറഞ്ഞാൽ അവിടെ സുഖവാസം തന്നെ അല്ലേ വെച്ചാൽ? ആനയ്ക്ക് ഇവിടെ സുഖവാസം തന്നെ. കാരണം എന്ന് വെച്ചാൽ രാവിലെ ഉച്ച വൈകുന്നേരം എപ്പോഴും ഫുഡ് കഴിച്ച് ഫുള്ള് സുഖജീവിതം, ദേവസ്വത്തിൻ്റെ കീഴിൽ സുഖജീവിതം ആനയ്ക്ക്. പക്ഷെ എന്നാലും ഇത്ര സുഖജീവിതം എന്ന് പറഞ്ഞാലും സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന അത്ര ഉണ്ടാവില്ല, എന്നാലും അവർക്കുള്ളൊരിതുണ്ട് ഇല്ലേ? ഉള്ളാന കൈസ്, മതപ്പാടുള്ള ആന ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലായിരുന്നു. എന്തുകൊണ്ടാണ് മതപ്പാട് ഞാൻ പറഞ്ഞില്ലേ? രണ്ട് കണ്ണിൻ്റെ രണ്ട് ഭാഗത്തുനിന്ന് എന്താ അവിടെ നിന്നില്ലേ വെള്ളം ഇങ്ങനെ വരുന്നത്, അതുകൊണ്ടാണ് മതപ്പാടുള്ള ആന എന്ന് പറയാൻ കാരണം. അത് പിന്നെ ആടുന്നത് അതിനെന്തെങ്കിലുമൊക്കെ പട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മേലേക്കൊക്കെ എറിയും. അമ്മാര് ദേശത്ത് നിൽക്കുക. അപ്പോൾ അത് ആണോ ചെക്ക് ചെയ്ത് നോക്കണേ, ആളോചിക്കുന്ന ആൾ പോയി നോക്കി. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാപ്പേ, ഈ പാടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ പങ്കി ഞാൻ പറയുന്നേ വാങ്ങിരും. ഞാൻ ഉള്ള പോലെ ഈ നാളെ പോയിക്ക് ആ സൈഡ് പോയി ചെല്ലു പോയിക്ക് ഈ പോയി നിന്നു. അന്ന ആരും ഒന്നും പറയില്ല, പോയിക്കോ. അങ്ങ് പോണോ? ആരും ചൂടാവൂല. ചൂടാവുക വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. പോയിക്കോ പോയിക്ക് ഒന്ന് പോയോ കുഞ്ഞാപ്പേ. സുഹൃത്തുക്കളെ, ഈ ഒറ്റക്കൊമ്പൻ എന്നും പറയല്ലേ നമ്മള്. ഈ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടില്ലേ? ഒറ്റ കൊമ്പേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതിന് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങളൊക്കെ എനിക്ക് വെച്ചുള്ളൂ അല്ലേ? എന്ത് ഇതപ്പാ അല്ലേ? അല്ല ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്നത് അതാണ് ഒറ്റക്കൊമ്പൻ. എൻ്റെ ഈ ഒറ്റക്കൊമ്പനെ ഉണ്ടാവും. എടെ ഇതാണ് ഒറ്റക്കൊമ്പൻ ആന പറഞ്ഞതാണ്, മനസ്സിലായില്ലേ? ഈ കണ്ടില്ല, ഒന്ന് അങ്ങോട്ട് കൈ കണ്ടിട്ട് പോയാൽ മതി. ഓടാവോ ആന ഗൈസ്? ആനക്ക് മറ്റേ സിനിമയിലെ ആന. ഇതിലേതാ ആനാന്ന് കൺഫ്യൂഷനായി പോന്നു ഗൈസ്. ആന എന്തോ കാര്യമായിട്ട് പിടിച്ചിന്. ആന കാര്യമായിട്ട് എന്തോ പിടിച്ചിന്, അതാ സംഭവം. എന്തോ അടിച്ചിന്. എന്താ മോള് അങ്ങനെയൊക്കെ പറയുന്നത്? ആനനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ? ഒന്നുമില്ലല്ലോ ഉണ്ടോ? എന്തോ ആന വളരെ കുറവാണ് സുഹൃത്തുക്കളെ. ഏറിപ്പോയ ഒരു 20 ആനയൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. ആദ്യമൊന്നും ഇങ്ങനെ അല്ലേ, ഇനി നല്ല ആന ഉണ്ടായിരുന്നു. പിന്നെ 2 മതപ്പാടൊക്കെ ഉള്ള ആന ഉണ്ട്. പക്ഷെ ഇവർക്ക് നല്ല ഇതൊക്കെയാണ്, ലൈഫൊക്കെ ലൈഫല്ലേ? ഉണ്ടോ? അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഒരു ഐശ്വര്യമുള്ള ആന ഉണ്ടോ? ആ ഐശ്വര്യൻ്റെ കൊമ്പനെ നോക്കി, എമ്മാരി കൊമ്പല്ലേ, നല്ലൊരു ഐശ്വര്യമുള്ള ആന. ഇത് കൂടുതലായിട്ട് കഴിക്കുന്ന ബമ്പൊക്കെ എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്. എന്താ അതിൻ്റെ പേര്? പന അല്ലേ? പന തോണ്ടി കുയ്യാക്കാണ് ആന. മണ്ണ് മേലിങ്ങനെ പറ്റിയ ആനകൾ കണ്ടോ, മേല് മണ്ണ് വായിച്ചിരുന്ന ആനേൻ്റെ ഒരു ശീലാണ്. ഒരു ചളി മണ്ണ് ഇതൊക്കെ ആന മേലിങ്ങനെ പാര്യ കണ്ടോ. അത് മണ്ണിങ്ങനെ. ഇതാണ് ആനപ്പന്തി എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഫുള്ള് ചുറ്റി ആനപ്പന്തി. ഞാൻ കുളം നേരത്തെ ജസ്റ്റ് കാണിച്ചിരുന്നില്ലായിരുന്നു അവിടുത്തെ. ഈ ആന പോയി കുളിക്കാറിറങ്ങുന്ന കുളം ഇതാണ്. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആന കുളിക്കുന്ന കുളമാണിത്. ആന മൊത്തമായിട്ട് ഇറക്കി ആന കുളിക്കാൻ നീരാടിന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. വലിയ കുളമാണ്, കണ്ടിട്ട് നല്ലൊരു വലിയ കുളം. ഇതൊക്കെ കാലങ്ങൾ മുമ്പേ ഉള്ള സംഭവമാണ് ഇവിടെ. ഇതെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒന്നുകൂടി ഒരു ഉഷാറാക്കി കൊണ്ടെടുക്കുന്നത്. ഇതിലേത് കുറേ കാലമായില്ല അച്ഛാ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ? ഗുരുവായൂർ സംഭവം ഉള്ളപ്പോൾ തന്നെ ഉണ്ട് ഇതിൽ ഇവിടെ. പിന്നെ ഇത് ദേവസ്വം ഏറ്റെടുത്താണോ അത്? അല്ല ദേവസ്വം തന്നെയായിരുന്നു അത് മുമ്പേ? ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂറിന്റെ ഭരണകാലത്തുള്ള കാലത്തുള്ള അത് പിന്നെ ദേവസ്വം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. എന്നിട്ട് പിന്നെ ദേവസ്വം കൊണ്ടെടുക്കുന്നു അല്ലേ? കൊണ്ടെടുക്കുന്നു. ഇപ്പോൾ ഫുള്ള് ദേവസ്വം ബോർഡിന്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ഗുരുവായൂർ വരുമ്പോൾ എന്തായാലും എല്ലാവരും പടിയും വരിക. വിസിറ്റ് സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. കുറേ ആനകൾ, പ്രത്യേകിച്ച് നല്ല അറ്റ്മോസ്ഫിയറും ആണ്. ഒക്കത്തിൽ അടിപൊളിയാണ്, എല്ലാവരും വരിക.